ഒന്ന് ഊട്ടി വരെ പോയെന്നാലോ? ഇന്നത്തോട്ട് നമുക്ക് ഊട്ടിയിലേക്കാണ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ ഊട്ടി ലക്ഷ്യമാക്കി നാട്ടിൽ നിന്ന് ഏകദേശം ഒരു 3 മണിയോടെ എടുത്ത് ഞങ്ങൾ യാത്ര തിരിച്ചു കേട്ടോ. ഊട്ടിക്ക് പോകുന്ന വഴിക്ക് ഇതുപോലൊരു കാർ കാണാനിടെ മെക്കാനിക്കലി അല്ലെങ്കിൽ ഇലക്ട്രിക്കലി ഇഷ്ടം കൊണ്ട് കത്തിച്ചാമ്പല വണ്ടി കേട്ടോ. കണ്ടീഷൻ അല്ലാത്ത വണ്ടികളായിട്ട് ഇത്രയും ലോങ് വരാണ്ടിരിക്കുക എന്നതാണ് എനിക്ക് പറയാനുള്ളത്. നല്ല കോടയും നല്ല കുളിർമയേക്കുന്ന കാഴ്ചകളും തന്നെ നല്ല തണുപ്പും കാര്യങ്ങളായിട്ട് ഞങ്ങൾ അവസാനം ഊട്ടിയിലെത്തി. ഞങ്ങളടുത്ത് റൂമിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. നല്ല അടിപൊളി റൂമായിരുന്നു. അതുപോലെ തന്നെ ചുറ്റും കാണുന്ന വ്യൂ നോക്കിയേ, റൂമിനോട് തൊട്ടടുത്തുള്ള സ്ഥലങ്ങളാട്ടോ ഇതൊക്കെ. വളരെയധികം എന്താ പറയുക മനോഹരമായിട്ടുള്ള പ്രകൃതിയുടെ ഭംഗി നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റിയ റൂം തന്നെ ആയിരുന്നു കേട്ടോ. ഞങ്ങൾ എടുത്തിരുന്ന റൊസാന എന്നായിരുന്നു അതിന്റെ പേര്. അത് ഡോമെട്രി ആണെങ്കിലും റൂമുകൾക്കാണെങ്കിലും വളരെ ചീപ്പായിട്ടുള്ള റേറ്റ് ആയെന്നാണ് എനിക്ക് തോന്നിയത്. ചുറ്റും കാണുന്നത് നമ്മളെ ക്യാരറ്റിന്റെയും ഉള്ളി കാര്യങ്ങളൊക്കെ ആയിട്ട് കൃഷി ചെയ്യുന്ന ഒരുപാട് ഏരിയകളാട്ടോ. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളായിരുന്നു. അതിനുശേഷം ബാൽക്കണിയിൽ നിന്ന് കിട്ടുന്ന ഒരു വ്യൂ ആട്ടോ ഇത്. റൂമിന്റെ തൊട്ടടുത്തുള്ള ആ ഏരിയകളിൽ നിന്ന് വരുന്ന വ്യൂ ആണിത്. നമുക്കൊരു ഡോമെട്രിയിൽ ഒരു ബെഡ് സ്പേസ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഡ്രൈവർ എന്ന പരിഗണനയിൽ നല്ല തണുപ്പായിരുന്നു കേട്ടോ. ഊട്ടിയിൽ ഇപ്പോൾ ക്ലൈമറ്റ് പറഞ്ഞാൽ ഭയങ്കര തണുപ്പാണ്. നമ്മൾ പാർട്ടിക്ക് പ്രത്യേകമുണ്ട്. അവർ ഊട്ടിയിൽ ഒരു 5-6 വട്ടം വന്നവരായതുകൊണ്ട് തന്നെ അവർക്ക് പുറത്ത് വലിയ ചുറ്റിക്കറങ്ങാൻ വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. എങ്കിലും അവർ ബോട്ട് ഹൗസിലും അതുപോലെ തന്നെ ഹൈദരാബാദി ബിരിയാണി കഴിച്ച് നേരെ പൈൻ ഫോറസ്റ്റും കയറി ഷൂട്ടിംഗ് പോയിന്റ് ആയിട്ടുള്ള മൊട്ടക്കുന്നും കയറി അങ്ങനെ ഞങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് വരുന്ന ചെറിയൊരു ട്രിപ്പായിരുന്നു കേട്ടത്. നൈസായിരുന്നു. പാർട്ടി ആണെങ്കിലും പോയ സ്ഥലങ്ങളാണെങ്കിലും ക്ലൈമറ്റ് ആണെങ്കിലും. അങ്ങനെ അവസാനം നമ്മൾ ഗൂഡല്ലൂർ എത്തുമ്പോൾ ഏകദേശം ഈ ഒരു പരുവത്തിൽ ബ്ലോക്ക് ഉണ്ടായിരുന്നു കേട്ടോ. റോങ് സൈഡ് കയറി വരുന്ന ചേട്ടന്മാരും അതേപോലെ റോങ് സൈഡിലേക്ക് ഇറങ്ങി പോകുന്ന ചേട്ടന്മാരെ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ അവിടെ ഭക്ഷണം കഴിക്കലും അവരെ തിരിച്ച് അവരുടെ വീട്ടിലിറക്കി ഞാൻ പമ്പിലെത്തി വണ്ടി കഴിക്കുമ്പോൾ ഏകദേശം 2 മണി കഴിഞ്ഞിട്ടോ. അങ്ങനെയൊക്കെ കഴിഞ്ഞ് ഞാൻ നാട്ടിലേക്ക് തിരിച്ചു പോയി. അടുത്ത വീഡിയോ കാണാൻ. ടേക്ക് കെയർ ആൻഡ് ബൈ.